ചെയ്യുന്നതിലൂടെ അവിടുത്തെ മജ്‌ലിസുകളിൽ വന്നുകൂടുന്നതിലൂടെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകമായ ആണ്ട് നേർച്ചയോടെ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ മജ്‌ലിസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിടട്ടെ. തൽക്കാലം വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا وأستاذنا محمدا صلى الله عليه وسلم عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. السلام عليك يا سيدي يا رسول الله الصلاة والسلام على ما في علم الله عليك يا رسول الله لا تحيلتي وأن وسيلتي فأدركني سريعا بعزتك يا رسول الله. ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുതാലിമുകളെ, പ്രിയപ്പെട്ട കൊച്ചന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശാലമായ ഒരു ഭാഷണം തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ പാവനമായ സ്മരണകൾ അയവിറക്കുന്ന പരിശുദ്ധമായ മാസത്തിലാണ് നാം ഉള്ളത്. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് താജുൽ ഔലിയായി ഔലിയാകളുടെ കിരീടമാണ് എന്ന വിശേഷണത്തിന് അർഹനാവുകയും ഔലിയാവുകളിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായ നേതൃരംഗത്തേക്ക് കടന്നു വരികയും ആത്മീയ ലോകത്തിൽ റിഫായി തരീഖത്തിലൂടെ ശതകോടി ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉന്നതമായ ഗർത്തത്തിലേക്ക് കടന്നു വരികയും ചെയ്തതിന്റെ പിന്നിൽ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവാണ്. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ത്യാഗോജ്ജലമായ ജീവിതമാണ് അവിടുത്തെ ജീവിതത്തിലെ ഏടുകൾ കരുതുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. മഹാനവറുകൾ ആത്മീയതയുടെ ഉന്നതമായ ലോകത്തേക്ക് എത്തിപ്പെടാനുള്ള വഴികളെ കുറിച്ച് അന്വേഷിച്ചു വന്ന ആളുകളോട് ഏറ്റവും വലിയ ത്യാഗം, ഏറ്റവും വലിയ സഹിഷ്ണുത, ഏറ്റവും വലിയ കരുണീയ മനസ്സ്, ഏറ്റവും വലിയ താഴ്ന്ന മനസ്സ്, ഏറ്റവും വലിയ താഴ്മ, ഇതാണ് ഒരു മനുഷ്യനിക്ക് അല്ലാഹുവുമായി ചെന്നു ചേരാനുള്ള ഏറ്റവും വലിയ പോംവഴിയായി മഹാനവറുകൾ കണ്ടത്. എല്ലാവർക്കും ഉപകാരം ചെയ്തു കൊടുക്കുക എന്നത് പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്.
എനിക്ക് നിങ്ങളോട് പറയാം, ഒരുപാട് ആളുകൾക്ക് കരുണ ചെയ്യണമെന്ന്. പട്ടിണി കിടക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ രോഗാതുരമായ അവസ്ഥയിൽ കഴിയുന്ന മരുന്നിനോടും മരണത്തോട് മല്ലിടുന്ന, ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ ഗതിയില്ലാത്ത രോഗികളെ നോക്കിയിട്ട് സഹായിക്കാൻ എനിക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ സഹായിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിലെ ത്യാഗസന്നദ്ധതയെ നാം കണ്ടെത്തുന്നത്. അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ജീവിതത്തിന്റെ ഏടുകൾ പരതുമ്പോൾ ഏറ്റവും വലിയ ത്യാഗങ്ങളായിരുന്നു സഹിച്ചിരുന്നത്. അനാഥ അവിടുത്തെ കരുണാമയമായ പ്രവർത്തനങ്ങൾ മഹാനവറുകളുടെ ചരിത്രത്തിൽ ഏടുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്, വിറകുകൾ ചുമന്ന് പിതാവില്ലാത്ത യതീമുകളായ യതീം മക്കളുള്ള വീടുകൾ തേടി, വിധവകളുള്ള വീടുകൾ തേടി ആ മഹാനവറുകൾ വിറകുകൾ ചുമന്നും അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ തന്നെ തോളിലേറ്റിയും അവിടുന്ന് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. യതീം മക്കളും വിധവകളുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചൂഷണമാണ് നടക്കുന്നതെങ്കിൽ മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പരിരക്ഷയാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിലൂടെ നൽകിയിട്ടുള്ളത്. കാട്ടിൽ പോയി വിറകുകൾ വെട്ടി തീയരിക്കാൻ പറ്റുന്ന പാകത്തിന് ആക്കി തലയിൽ ചുമന്ന് വിധവകളിലേക്കും യതീമുകളിലേക്കും കൊണ്ടുകൊടുക്കുക എന്നത് എത്രത്തോളം ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളാണ്. അതാണ് അഹ്മദ് അൽ കബീർ റിഫായിയുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. മാത്രമല്ല അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിനെ ഓർക്കുമ്പോൾ അവിടുത്തെ കരുണാ മനസ്സിനെ നാം ഓർക്കണം. മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിസ്കാരത്തിന് ടൈമായി, നിസ്കാരത്തിന് പോകുന്നതിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുമ്പോ അവിടുത്തെ കുപ്പായത്തിന്റെ ആ കൈയുടെ കഫിൽ പൂച്ച കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. കുപ്പായം വലിച്ചാൽ ഈ പൂച്ച ഉണരും, ഇതിനെ ഉണർത്താൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് കത്രിക കൊണ്ടുവന്നിട്ട് ആ പൂച്ച കിടക്കുന്ന ഭാഗം അതറിയാതെ വെട്ടിയിട്ട് ആ കുപ്പായത്തിന്റെ മുറിഞ്ഞ ഭാഗവുമായിട്ടാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നത് എന്ന് പറയുമ്പോ ഒരു പൂച്ചയോട് ചെയ്ത കരുണയാണ്. മാത്രമല്ല കോരിച്ചൊരിയുന്ന തണുപ്പുള്ള സമയത്ത് മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു എടുത്ത് കൈ ഇങ്ങനെ വിറക്കുകയാണ്, കൈ നീട്ടി തന്നെ പിടിച്ചിരിക്കുക, കൈ ഇങ്ങോട്ട് ചലിപ്പിക്കുന്നില്ല. അപ്പോഴാണ് പള്ളിയിലെ മുഅദ്ദിൻ വന്നിട്ട് മഹാനവറുകളുടെ കൈ പിടിച്ച ഹസ്തദാനത്തെ വരുമ്പോൾ അഹ്മദ് അൽ കബീർ റിഫായി ചോദിച്ചു, അല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നീ എന്തിനാണ് ആ ജീവിയെ ബുദ്ധിമുട്ടിച്ചത്? അദ്ദേഹം കാര്യമറിയുന്നില്ല, എന്താണ് ഞാൻ ചെയ്തത്? അത് മറ്റൊന്നുമല്ല, എന്റെ കയ്യിൽ കൊതുകിരുന്ന് കടിച്ചു, അതിനാവശ്യമായ രക്തം എന്റെ കയ്യിൽ നിന്നത് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ കടന്നു വന്ന് എന്റെ കൈ വലിച്ചപ്പോൾ അത് പകുതി വഴിക്കിട്ട് ആ കൊതുക് പാറിപ്പറന്നു പോയി. അതിനുള്ള ആഹാരം എന്നിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശം നീ നിഷേധിച്ചില്ലയോ? അവിടുത്തെ മനസ്സിന്റെ ചിന്ത, ഒരു കൊതുക് വന്ന് കയ്യിലിരുന്ന് കുത്തിയിട്ട് ബ്ലഡ് ഊറ്റി ഊറ്റി കുടിച്ച് വേറൊരാൾ അറിയാതെ വന്ന് കൈപിടിച്ച് വലിച്ചപ്പോ ആ കൊതുകിന് കിട്ടേണ്ടുന്ന വിഹിതം നഷ്ടപ്പെട്ടതിൽ ഖിന്നനായി വേദനിച്ചുകൊണ്ട് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്തിനാണ് എന്നെ ദ്രോഹിച്ചതെന്ന് ചോദിക്കുമ്പോ അവിടുത്തെ കരുണാ മനസ്സ് നാം മനസ്സിലാക്കണം.
ഇങ്ങനത്തെ ഒരു കരുണയുടെ മനസ്സ് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആ കിട്ടിയ സ്ഥലം ഏതാണ്? അതാണ് മദീനയിലെ രാജകുമാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് അഹ്മദ് അൽ കബീർ റിഫായി അവിടുത്തെ ജീവിതം പകർത്തിയെടുത്തത്. ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അപ്പാടെ ജീവിതത്തിൽ പകർത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ പ്രബോധന പ്രവർത്തനവുമായി മക്കയിലൂടെ പര്യടനം നടത്തുന്ന വേളയിൽ വഴിയോരത്തെ തലയിൽ എടുത്താൽ പൊങ്ങാത്ത വിറകിന്റെ കെട്ടുകളുമായി ഉമ്മാമ നിൽക്കുകയാണ്. ആ ഉമ്മാമ വെയിച്ച് നടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഭാരം കൊണ്ട് ആ ഉമ്മാമ വിറക് താഴെ ഇറക്കി വെക്കുകയാണ്. ഈ രംഗം കണ്ടിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ചെന്നിട്ട് ആ ഉമ്മാമയുടെ കയ്യിൽ നിന്ന് വിറകിന്റെ കെട്ടുകൾ വാങ്ങി തലയിൽ വെച്ചിട്ട് ഉമ്മാ